നമ്മൾ കുറച്ച് നാൾ മുന്നേ ഒരു സീരീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ഇംഗ്ലീഷിൽ കുറച്ച് വാക്കുകൾ മാത്രം അറിയാവുന്ന, ഈ വാക്കുകൾ ഉപയോഗിച്ച് എങ്ങനെ സെന്റൻസ് ആക്കണം എന്നറിയാത്ത കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നവർക്ക് വേണ്ടി മാത്രം നമ്മൾ ക്രിയേറ്റ് ചെയ്ത സീരീസ് ആയിരുന്നു. അപ്പൊ അതിന് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് ആയിരുന്നു നമുക്ക് കിട്ടിയത്. അപ്പൊ ആ വീഡിയോസ് കണ്ട് കുറെ പേര് നമ്മുടെ കസ്റ്റമൈസ്ഡ് കോഴ്സിൽ ജോയിൻ ചെയ്യും, അവർക്ക് നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്തിരുന്നു. ഞാൻ കുറെ കോമന്റ്സ് വായിച്ചായിരുന്നു, മിക്കതും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കോമന്റ്സ് ആയിരുന്നു. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ് പോസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇതിന് മുന്നത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ആ വീഡിയോസ് മുഴുവനും കണ്ടതിന് ശേഷം മാത്രമേ ഈ ക്ലാസ് കാണാൻ പാടുള്ളൂ. കാരണം അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയി പോകും. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതറിയാതെ ഇത് കാണുകയാണെങ്കിൽ നല്ല കൺഫ്യൂഷൻ വരും. അപ്പം ദയവ് ചെയ്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓർഡർ അനുസരിച്ച് ലെസൺ 1, ലെസൺ 2, ലെസൺ 3 അങ്ങനെ ക്ലാസ്സുകൾ കണ്ടുവരിക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഐഡിയ കിട്ടുള്ളൂ. അപ്പൊ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ഫ്രീ അല്ലാന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് ഇപ്പൊ നിങ്ങൾ കേൾക്കണ്ട, അറ്റൻഡ് ചെയ്യണ്ട. നിങ്ങൾ ഈ ക്ലാസ് ഡൗൺലോഡ് ചെയ്ത് വെക്കോ, അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും വന്ന് കണ്ടാൽ മതി. അപ്പോൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് മാത്രമേ ഇത് കാണാൻ പാടുള്ളൂ. നിങ്ങളുടെ കയ്യിലുള്ള നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ട് ഞാൻ പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. അതെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ എഴുതി നോട്ട് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമ്മുടെ മനസ്സിൽ പതിയും കാര്യങ്ങൾ. അത് മാത്രമല്ല, പിന്നീടായാലും നിങ്ങൾക്ക് സെന്റൻസസ് ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷനോ വരികയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ വന്ന് കാണണം എന്നില്ല. നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന നോട്ട് ഒന്ന് റെഫർ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഈസ്, ആം, ആർ എന്തൊക്കെയാണ്, വാസ് ആൻഡ് വെയർ എന്തൊക്കെയാണ്, ഡു, ഡസ് എന്തൊക്കെയാണ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാവും ഹാസും ആണ്. നമ്മൾ ഹാവും ഹാസും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഉണ്ട്, അതായത് നമ്മുടെ കൈവശം എന്തെങ്കിലും ഉണ്ട്. ഉദാഹരണത്തിന് എനിക്കൊരു ചേച്ചിയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ കാറുണ്ട്, അവരുടെ കയ്യിൽ മൊബൈൽ ഉണ്ട്, എനിക്ക് തലവേദനയുണ്ട്, പനിയുണ്ട്, അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മൾ ഹാസ് ആയാലും ഹാവ് ആയാലും യൂസ് ചെയ്യുന്നത്. അപ്പം ഹാസും ഹാവും ഒരേ അർത്ഥമാണ് വരുന്നതെങ്കിൽ പിന്നെ എന്തിനാ നമുക്ക് രണ്ട് വാക്കുകൾ? അങ്ങനെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടോ? അത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. സോ എനിക്കൊരു പുസ്തകം ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? എനിക്കൊരു പുസ്തകം ഉണ്ട് എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ മലയാളത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ തന്നെ, നമ്മൾ മലയാളത്തിൽ സെന്റൻസ് ഉണ്ടാക്കുന്ന പോലെ അല്ല ഇംഗ്ലീഷിൽ സെന്റൻസ് ഉണ്ടാക്കുന്നത്. നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. മലയാളത്തിൽ നമ്മൾ സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ കണ്ടോ, എനിക്കൊരു പുസ്തകം ഉണ്ട്. അപ്പൊ ഇത് ഇംഗ്ലീഷിൽ ഉണ്ടാവുമ്പോൾ എനിക്കുണ്ട് എന്ന് പറയുമ്പോഴാണ് അങ്ങനെയാണ് നമ്മൾ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്കൊരു പുസ്തകം ഉണ്ടെന്നല്ല, എനിക്കുണ്ട് എന്ന് പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്കെന്ന് പറയുമ്പോൾ നമ്മൾ ഐ യൂസ് ചെയ്യും. അപ്പൊ എനിക്കുണ്ട്, ഈ ഉണ്ട് എന്നുള്ളതിന് പകരം നമ്മൾ ഹാസ് യൂസ് ചെയ്യോ അതോ ഹാവ് യൂസ് ചെയ്യോ? ഏതാ യൂസ് ചെയ്യേണ്ടത്? അപ്പൊ അവിടെയാണ് ഹാസിന്റെ ഹാവിന്റെ വ്യത്യാസം വരുന്നത്. സോ ഹാസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരാളെ പറ്റി സംസാരിക്കുമ്പോഴാണ്. അതായത് ഇപ്പം അത് അവനാകാം, അവളാകാം, അല്ലെങ്കിൽ ഒരാളുടെ പേരാകാം. ഫോർ എക്സാമ്പിൾ രാഹുൽ, അപ്പൊ ഒരാളുടെ പേരാകാം രേവതി, അല്ലെങ്കിൽ മൈ ഫ്രണ്ട്, മദർ, ഫാദർ, അങ്ങനെ ഒരാളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ ഹാസ് ആണ് യൂസ് ചെയ്യുന്നത്. ഹി, ഷീ, അതുപോലെ തന്നെ പേര് രാഹുൽ, അതുപോലെ ഇറ്റ്, ഫാദർ, ഫ്രണ്ട്, അങ്ങനെയൊക്കെ ഒരാളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക, ഒരാളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ എന്താ യൂസ് ചെയ്യേണ്ടത്? നമ്മൾ ഹാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഹാവ് എന്ന് പറയുന്നതോ, അപ്പൊ ഇത് ഐ എന്ന് പറയുമ്പോൾ ഒരാളല്ലേ ഉള്ളൂ, അപ്പൊ ഐ ഹാസ് എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ ഹാവ് എന്ന് പറയുന്നത് നമ്മൾ ഐ, യു, ദേ, വി, അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ആളുകൾ, അതിപ്പോ ഫ്രണ്ട്സ് ആകാം, പേരൻസ് ആകാം, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആകാം, സ്റ്റുഡൻസ് ആകാം, അങ്ങനെ ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയിട്ട് ഐ, യു എന്നീ വാക്കുകളുടെ കൂടെ നമ്മൾ ഉണ്ട് എന്ന് പറയാനായിട്ട് ഏത് വാക്കാണ് യൂസ് ചെയ്യുക? ഹാവ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഐയുടെ കൂടെ നമ്മൾ ഉണ്ട് എന്ന് പറയാനായിട്ട് ഐ ഹാവ്, എനിക്കുണ്ട് എന്ന് പറയാനായിട്ട് അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോ എനിക്കൊരു പുസ്തകമുണ്ട് എന്ന് എങ്ങനെ പറയും? എനിക്കുണ്ട് എന്നുള്ളത് ഇവിടെ വന്ന ഐ ഹാവ്. ഇനി എന്തുണ്ടെന്നാണ് പറയുന്നത്? ഒരു പുസ്തകം. ഒരു പുസ്തകം എന്ന് പറയുമ്പോൾ എ ബുക്ക്. സോ ഐ ഹാവ് എ ബുക്ക്. ഐ ഹാവ് എ ബുക്ക്. സോ ഐ ഹാവ് എന്ന് വെച്ചാൽ എന്താ? എനിക്കുണ്ട്. എന്തുകൊണ്ടാണ് ഐ ഹാവ് യൂസ് ചെയ്തിരിക്കുന്നത്? എനിക്കുണ്ട്, അല്ലെങ്കിൽ ഐ എന്ന വാക്കിന്റെ കൂടെ, സബ്ജക്റ്റിന്റെ കൂടെ, നമ്മൾ സബ്ജക്ട് എന്താണെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സബ്ജക്റ്റിന്റെ കൂടെ ഉണ്ട് എന്ന് പറയാനായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഹാവ് എ യൂസ് ചെയ്യുള്ളൂ. സോ ഐ ഹാവ് എ ബുക്ക്, എനിക്കൊരു പുസ്തകമുണ്ട്. ഇനി താഴെ വരാം, അവൾക്കൊരു പേനയുണ്ട്.
ഇനി നമുക്കൊന്ന് ഇംഗ്ലീഷിൽ പറയാൻ ശ്രമിച്ചാലോ. അവൾക്കൊരു പേനയുണ്ട്, അവൾക്ക് ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരിക്കലും മലയാളത്തിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഐ എ ബുക്ക് ഹാവ് എന്നൊന്നും എഴുതി വെക്കരുത്. അതിനാണ് ഞാൻ വീണ്ടും വീണ്ടും അത് പറയുന്നത്. നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നോട്ട് ചെയ്യുക. അവൾക്കൊരു പേനയുണ്ടെന്ന് പറയുമ്പോൾ അവൾക്കുണ്ട് ഒരു പേന, അങ്ങനെ ആയിരിക്കും ഇംഗ്ലീഷിൽ സെന്റൻസ് വരുന്നത്. അപ്പൊ അവൾക്കുണ്ട് നമ്മൾ എങ്ങനെ പറയും? അവളെന്ന് പറയുമ്പോൾ ഷീ. ഉണ്ട് എന്ന് എങ്ങനെ പറയാ? ഇംഗ്ലീഷിൽ എങ്ങനെ പറയാ അവൾക്കുണ്ട് എന്നുള്ളത്? ഒരാളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്, അത് ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഷീ എന്ന് പറയുമ്പോൾ ഒരാളാണ് അല്ലെ. അപ്പോ ഹാസ്, അവൾക്കുണ്ട്, ഷീ ഹാസ്. എന്താ ഉള്ളേ? ഒരു പേന, ആ പെൻ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താ? ഈ രണ്ടും എന്താണ്? ഒരു സാധനം നമ്മുടെ കൈവശം ഉണ്ട് അല്ലെ, കൈവശം. അതിനിപ്പം എന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഓണർഷിപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ പൊസഷൻ എന്ന് പറയാം. നമ്മുടെ കയ്യിൽ ഒരു സാധനമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഉടമസ്ഥതയിൽ ഒരു സാധനം ഉണ്ട് എന്ന് പറയാനായിട്ട് നമ്മൾ ഹാവും ഹാസും യൂസ് ചെയ്യും. ഓക്കെ, വെറുതെ ഉണ്ട് എന്ന് കാണുമ്പോൾ എന്താ നമ്മൾ വെറുതെ ഹാവോ ഹാസോ എടുത്ത് യൂസ് ചെയ്യാൻ പാടില്ല. അതായത് ഇപ്പൊ ഞാനും ഉണ്ട് എന്ന് പറയുമ്പോൾ ഐ ഹാവ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എപ്പോഴാണ് നമ്മൾ ഹാവ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ കൈവശം ഒരു സാധനം ഉണ്ട് എന്ന് പറയുമ്പോഴാണ്. അല്ലാതെ വെറുതെ എല്ലായിടത്തും ഞാൻ ഉണ്ട് ഉണ്ടെന്ന് പറയുമ്പോൾ ടീച്ചർ പറഞ്ഞായിരുന്നു ഹാവ് ആണ്, അങ്ങനെ യൂസ് ചെയ്യരുത്. എവിടെയാണ് സിറ്റുവേഷൻ എന്ന് മനസ്സിലാക്കണം. ഒരു കാര്യം, ഒരു വസ്തു നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ പൊസിഷനിലുണ്ട്, നമ്മുടെ ഓണർഷിപ്പിലുണ്ട് എന്ന് പറയുമ്പോഴാണ്. അതായത് എൻ്റെ കയ്യിലൊരു പുസ്തകമുണ്ട്, എൻ്റെ കയ്യിലൊരു പേനയുണ്ട്, എനിക്കൊരു വീടുണ്ട്, അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താ? എൻ്റെ ഉടമസ്ഥതയിലാണുള്ളത്, അല്ലെങ്കിൽ എൻ്റെ സ്വന്തമാണ്. അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ ഹാവും ഹാസും യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ബന്ധങ്ങളെ പറ്റി പറയുമ്പോൾ, എനിക്ക് സുഹൃത്തുക്കളുണ്ട്, നമ്മുടെ ബന്ധമാണ്. അപ്പൊ ഐ ഹാവ് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ എനിക്കൊരു അനിയനുണ്ട്, ഐ ഹാവ് എ യങ്ങർ ബ്രദർ. അതെന്താണ്? എന്റെ ബന്ധമാണ്. അപ്പൊ ബന്ധങ്ങളെ പറ്റി പറയുമ്പോൾ, ഉടമസ്ഥതയെ പറ്റി പറയുമ്പോഴൊക്കെയാണ് നമ്മൾ ഹാവും ഹാസും മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കേ, അടുത്തത് അവർക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഈ മീറ്റിംഗ് എന്ന് പറയുന്നത് എന്താ? ഒരു ഇവന്റ് ആണ് അല്ലെ, ഒരു പരിപാടിയാണ്. അപ്പൊ നമുക്കൊരു പരിപാടി ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടും എന്ത് യൂസ് ചെയ്യാം? ഹാസും ഹാവും യൂസ് ചെയ്യാം. പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. ഒരു ഇവന്റ് ഉണ്ട്, ഒരു പരിപാടി നമുക്കുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അതിപ്പം ചിലപ്പോൾ മീറ്റിംഗ് ആയിരിക്കും, കല്യാണം ആയിരിക്കാം, ഒരു മരണം ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പാർട്ടി ആയിരിക്കാം, എന്തും ആയിക്കൊള്ളട്ടെ. ഒരു പരിപാടി ഉണ്ട് എന്ന് പറയാനായിട്ട്, ഒരു ഇവന്റ് ഉണ്ട് എന്ന് പറയാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാം? ഹാവും ഹാസും യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ അവർക്ക് ഒരു മീറ്റിംഗ് ഉണ്ടെന്നാ പറയുന്നത്. അവരെന്ന് പറയുമ്പോ എന്താ? നമ്മൾ ഇംഗ്ലീഷിൽ എന്താ യൂസ് ചെയ്യാ? അവരെന്ന് പറയുമ്പോ ദേ അല്ലെ, ദേ. അപ്പൊ അവർക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്, അവർക്കുണ്ട് എന്ന് എങ്ങനെ പറയും? അവരെന്ന് പറയുമ്പോ ഒരാളാണോ, ഒന്നിൽ കൂടുതൽ ആളുകളാണോ? അവർ എന്തായാലും ഒന്നിൽ കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റി പറയുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യാ? ഹാവ് ആണോ ഹാസ് ആണോ യൂസ് ചെയ്യുന്നത്? ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റി പറയുമ്പോൾ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ദേ ഹാവ് ഒരു മീറ്റിംഗ് ഉണ്ടെന്നാ പറയുന്നത്. ആ മീറ്റിംഗ്, ദേ ഹാവ് എ മീറ്റിംഗ്, അവർക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഇനി അടുത്ത സെന്റൻസ് നോക്കിക്കേ, അവൾ ചായ കുടിക്കാറുണ്ട്. അപ്പൊ കുടിക്കുക എന്നുള്ളതിന് നമ്മൾ പൊതുവെ എന്താ പറയാ? കുടിക്കുക എന്നുള്ളതിന് ഡ്രിങ്കും, കഴിക്കുക എന്നുള്ളതിന് എന്താ പറയാ? ഈറ്റും എന്നാണ് പറയാ അല്ലെ. ഇതെല്ലാവർക്കും അറിയാമല്ലോ. കുടിക്കുക എന്നുള്ളതിന് ഡ്രിങ്കും, കഴിക്കുക എന്നുള്ളതിന് ഈറ്റും എന്നാ പറയാ. പക്ഷെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട്, കുറച്ചുകൂടി നാച്ചുറൽ ആയിട്ട് സംസാരിക്കണമെങ്കിൽ ഡ്രിങ്കിനും അതുപോലെ തന്നെ ഈറ്റിനും പകരം നമുക്ക് ഹാവ് അല്ലെങ്കിൽ ഹാസ് യൂസ് ചെയ്യാം. എന്ത് യൂസ് ചെയ്യാം? അത് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. ഡ്രിങ്കിനും ഈറ്റിനും പകരം നമുക്ക് ഇംഗ്ലീഷിൽ എന്തൊക്കെ യൂസ് ചെയ്യാം? ഒന്നെങ്കിൽ ഹാവ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഹാസ് യൂസ് ചെയ്യാം. അതായത് അവൾ ചായ കുടിക്കാറുണ്ട്, അവളെന്ന് പറയുമ്പോൾ ഷീയുടെ കൂടെ ഹാവ് ആണോ ഹാസ് ആണോ വരാ? എന്താ വരാ? ഹാസ് അല്ലേ. അപ്പൊ ഷീ ഹാസ് ടീ എന്ന് വെച്ചാൽ എന്താ? അവൾ ചായ കുടിക്കാറുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി സ്പഷ്ടമാക്കാൻ വേണ്ടി ഷീ ഹാസ് ടീ എവറി ഡേ എന്ന് പറയാം. അവൾ എല്ലാ ദിവസവും ചായ കുടിക്കാറുണ്ട്. അപ്പൊ എന്തെങ്കിലും കഴിക്കാറുണ്ട്, കുടിക്കാറുണ്ട് എന്ന് പറയാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? നമുക്ക് ഹാസോ ഹാവോ യൂസ് ചെയ്യാം. ഇതിന് പകരം ഞാൻ എല്ലാ ദിവസവും ചായ കുടിക്കാറുണ്ട് എന്നായിരുന്നു വരുന്നതെങ്കിൽ ഞാൻ പറഞ്ഞേനെ ഐ ഹാവ് ടീ എവറി ഡേ. അതെന്തുകൊണ്ടാ? ഐയുടെ കൂടെ ഹാവ് യൂസ് ചെയ്യുന്നു. ഇവിടെ അവളെന്നായതുകൊണ്ടാണ് ഷീ ഹാസ് ടീ എവറി ഡേ എന്ന് വന്നത്. അപ്പൊ കുടിക്കുക, കഴിക്കുക എല്ലായിടത്തും അല്ല. കുടിച്ചു കഴിച്ചു എന്നൊന്നും പറയുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കുടിക്കുക, കഴിക്കുക എന്ന് പറയുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? ഹാവും ഹാസും. അതായത് പ്രസന്റ് ടെൻസിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കുടിക്കാറുണ്ട്, ഞാൻ കഴിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ മാത്രമേ ഹാവും ഹാസും അതിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അവന് തലവേദനയുണ്ട്. ഇതെന്താ? ഒരു അസുഖമാണ് അല്ലെ. തലവേദന അസുഖമാണ്. അപ്പൊ അസുഖമുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഹാവും ഹാസും യൂസ് ചെയ്യാം. അപ്പൊ അവനുണ്ട് എന്ന് എങ്ങനെ പറയാം? അവനുണ്ട് എന്നാണ് ആദ്യം നമ്മൾ പറയേണ്ടത്. അവനുണ്ട്, ഹി
ഹാസ്. എന്തുകൊണ്ടാണ് ഇവിടെ ഹാസ് വന്നത്? നമ്മൾ ഒരാളെ പറ്റി പറയുമ്പോൾ ഹാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഹി ഹാസ്, തലവേദന എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? ഹെഡേക്ക്. ഹി ഹാസ് എ ഹെഡേക്ക് എന്ന് പറയാം. ഹി ഹാസ് എ ഹെഡേക്ക്. അവനൊരു തലവേദന ഉണ്ട്, അല്ലെങ്കിൽ അവന് തലവേദന ഉണ്ട്. ഹി ഹാസ് എ ഹെഡേക്ക് എന്ന് നമുക്ക് പറയാം. ഇനി ഞാനൊരു സെന്റൻസ് തരാം. അപ്പൊ നിങ്ങൾ അത് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കോമെന്റ് ചെയ്താൽ മതി. ഓക്കെ? അവൾക്ക് നാളെ പരീക്ഷയുണ്ട്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അവൾക്ക് നാളെ പരീക്ഷയുണ്ട്. വളരെ സിമ്പിൾ സെന്റൻസാ. ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാന്ന് എല്ലാവരും കോമെന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കോമെന്റ് ചെയ്യുക. ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി ആയിട്ട്, ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ള ഫ്രണ്ട്സും ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട്, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അത്ര ടഫായിട്ടുള്ള കാര്യമൊന്നുമല്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ടൊരു ടീച്ചർ പറഞ്ഞു തന്ന് പഠിപ്പിക്കാനുണ്ടെങ്കിൽ ആർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ, വളരെ എളുപ്പമുള്ള ഒരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ കോഴ്സസിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് ഒരു ഡെമോ ക്ലാസ്സും അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അഡ്മിഷൻ എടുത്താൽ മതി. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലത്തെ എന്തെങ്കിലും വീഡിയോസ്, ഇന്ന ടോപ്പിക് ഒന്ന് എടുത്തു തരുമോ, അങ്ങനെ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കോമെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ, ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. English Mitra. Stop worrying, start learning.